നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നുമില്ലമ്മേ, അവള് പ്രായത്തിൻ്റെതായ പക്വതയില്ലാത്ത പെണ്ണല്ലേ. അവള് അല്ല, അമ്മയ്ക്കത് തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് അവളെന്തെങ്കിലുമൊക്കെ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് കിന്നരിക്കാൻ വരും, ഇല്ലെങ്കിൽ വഴക്കിടാൻ വരും, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ലമ്മേ. ശരി. ഇവളെന്തായി വായിക്കുന്നേ? ഇത് പ്രേതങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണല്ലോ. ഇവളെന്തിനാ ഈ രാത്രി നേരത്തെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നേ? ജാസ്മിൻ, ഇത് സുശീലയാ. ഇത് സുശീല ആന്റി ആയിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. എങ്ങനെ പേടിക്കാതിരിക്കും? ഇതുപോലെ പ്രേതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വായിച്ചുകൊണ്ടിരുന്ന പേടി തോന്നില്ലേ? ശരിയാ, ഞാൻ ഈ ബുക്കേ സ്വയം മറന്നങ്ങ് വായിക്കായിരുന്നു. അയ്യോ, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ വായിക്കുന്നേ? അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അങ്ങനെ പാർവതി മാത്രം ആത്മാക്കളോട് സംസാരിച്ച പോരല്ലോ, എനിക്കും ആത്മാവിനോട് സംസാരിക്കണം. മനസ്സിലായില്ല, എന്താ ഉദ്ദേശം? പാർവതി ഇടയ്ക്കിടയ്ക്ക് ഗായത്രി അമ്മയെ കാണാറുണ്ടെന്നും അവരോട് സംസാരിക്കാറുണ്ടെന്നും ഒക്കെ പറയാറില്ലേ? ഉവ്വ, പറയാറുണ്ട്. വിശാലിന് അവളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? അവൾക്ക് വിശാലിന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നത് കൊണ്ടും അവരോട് അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടുമാണ് വിശാലിന് പാർവതിയോട് ഒരു പ്രത്യേക സ്നേഹമുള്ളത്. എനിക്ക് അതുപോലെ ഗായത്രിയമ്മയെ കാണാനും സംസാരിക്കാനും കഴിയുമെങ്കിലേ വിശാലിന് പാർവതിയോടുള്ളതുപോലെ ഒരു പ്രത്യേക സ്നേഹം എന്നോടും തോന്നും. ഓഹോ, അപ്പൊ വിശാലിന്റെ മനസ്സിൽ കയറി കൂടാൻ വേണ്ടിയാ ഈ പുസ്തകമൊക്കെ വായിക്കുന്നത്? അതുകൊള്ളാം. എന്താണ്ടി, ഇത് നല്ല ഐഡിയ അല്ലേ? ഐഡിയൊക്കെ കൊള്ളാം. ഇപ്പൊ തന്നെ നീ പേടിച്ച് വിറച്ചായിരിക്കുന്നത്. ഇനിയും ഇത് വായിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാതെ പേടിച്ച് വിറച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ ഉറക്കം കൂടി കളയരുത്. എന്റെ സുശീലാന്റി, വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഈ ജാസ്മിൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അത് നിങ്ങൾക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.